തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂചലനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽപ്പെട്ട വെനിസ്വേലൻ ജനതയ്ക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത അദ്ദേഹം സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ രാജ്യം തയ്യാറാണെന്നും വ്യക്തമാക്കി. ബുധനാഴ്ച വൈകിട്ടാണ് വെനിസ്വേലയുടെ വടക്കൻ തീരപ്രദേശങ്ങളെ നടുക്കി 1 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 2 അതിശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായത്. കരീബിയൻ തീരദേശ നഗരമായ മൊറോണിന് സമീപമാണ് ആദ്യത്തെ ഭൂചലനം അനുഭവപ്പെട്ടത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ 22 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു. കൃത്യം 1 മിനിറ്റിന് ശേഷം ഇതേ മേഖലയിൽ തന്നെ 7.5 തീവ്രതയിൽ രണ്ടാമത്തെ ഭൂചലനവും ഉണ്ടായി. ഇതിന്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ മാത്രം താഴ്ചയിലായിരുന്നതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചു. ഒരു നൂറ്റാണ്ടിനിടെ വെനിസ്വേലയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഭൂചലനങ്ങളാണിത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെനിസ്വേലയിലുണ്ടായ കനത്ത നാശനഷ്ടങ്ങളിൽ അതീവ ദുഃഖമുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. ഇന്ത്യൻ ജനതയുടെ പേരിൽ വെനിസ്വേലൻ സർക്കാരിനും ജനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും അദ്ദേഹം അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദുരന്തബാധിതർക്കൊപ്പം ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെനിസ്വേലയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വെനിസ്വേലയിൽ ഉണ്ടായ ദുരന്തത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആശങ്ക രേഖപ്പെടുത്തി. ഇരട്ട ഭൂചലനങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും മരണങ്ങളും വിതച്ചതായി അദ്ദേഹം പറഞ്ഞു. വെനിസ്വേലയെ സഹായിക്കാൻ അമേരിക്ക സജ്ജമാണെന്നും അടിയന്തര ഇടപെടലുകൾക്കായി തയ്യാറെടുക്കാൻ ബന്ധപ്പെട്ട എല്ലാ സർക്കാർ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെനിസ്വേലയിലെ ജനങ്ങളെ ബാധിച്ച 2 വലിയ ഭൂചലനങ്ങളും വലിയ തോതിലുള്ളതാണെന്നും പുതിയതും മികച്ചതുമായ സുഹൃത്തുക്കൾക്കായി അമേരിക്ക ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ ഒട്ടും ആശാവഹമല്ലെന്നും ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ കടുത്ത ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെനിസ്വേലയിലുടനീളം യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു ദുരന്ത നിവാരണ സംഘത്തെയും പ്രത്യേക കർമ്മസേനയും നിയോഗിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. തിരച്ചിൽ നടത്തുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായുള്ള ഉദ്യോഗസ്ഥർ, ആവശ്യ മരുന്നുകൾ, ദുരന്തബാധിതർക്കുള്ള മറ്റ് മാനുഷിക സഹായങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതേസമയം ദുരന്തത്തിൽ 32 പേർ മരിച്ചതായും 700ഓളം പേർക്ക് പരിക്കേറ്റതായും ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് സ്ഥിരീകരിച്ചു. മരണം 10,000 മുതൽ 1,00,000 വരെയാകാൻ സാധ്യതയുണ്ടെന്ന് US ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകി. ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് അറിയിച്ചു. 700ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പൗരന്മാരോടും ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും ശാന്തത കൈവിടരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സിവിൽ പ്രൊട്ടക്ഷൻ സേന, അഗ്നിരക്ഷാസേന, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടുന്ന വലിയൊരു സംഘം ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി ഡിയോസ്ഡാഡോ കബെല്ലോ അറിയിച്ചു. തുടർ ചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാമെന്നും അതിനാൽ ജനങ്ങൾ പുറത്തു തന്നെ തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ആംബുലൻസുകൾക്കും മറ്റ് അടിയന്തര വാഹനങ്ങൾക്കും കടന്നു പോകാൻ വഴിയൊരുക്കണമെന്ന് വാഹനയാത്രക്കാരോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.